can go away. Come again another day. Little Johnny wants to play. മുത്തശ്ശി, ഇത് ടീച്ചർ പാടി കഴിഞ്ഞപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചു ലിറ്റിൽ ആനിമൽ വാണ്ട്സ് ടു പ്ലേ എന്നാക്കിയാലോ എന്ന്. മുത്തശ്ശി എന്തിനാ ചിരിക്കുന്നേ? മുത്തശ്ശിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? അയ്യോ, കുട്ടിയുടെ ഇംഗ്ലീഷ് ഒന്നും മുത്തശ്ശിക്ക് അറിഞ്ഞൂടാ. മുത്തശ്ശിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. മോളിരുന്ന് പഠിക്ക്. വേണ്ട, ഡാഡി വന്നിട്ട് മുത്തശ്ശി പോയാ മതി. ഒറ്റയ്ക്ക് ഇരുന്ന് അനുമോക്ക് ബോറടിക്കും. ഗുഡ് ഈവനിങ് അനുമോൾ. ഹായ് രഞ്ജിനി ആന്റി. ആ, ഇത് ആന്റിയുടെ ഒരു പ്രസന്റാ അനുമോൾക്ക്. ഹായ്, നല്ല പാവാ. എന്നാലും മുത്തശ്ശി കിച്ചണിൽ പോയിക്കോ. എടി മിടുക്കി, രഞ്ജിനി ആന്റിയെ കണ്ടപ്പോ മുത്തശ്ശിയെ വേണ്ട അല്ലേ? മുത്തശ്ശിയല്ലേ പറഞ്ഞ കിച്ചണിൽ ജോലിയുണ്ടെന്ന്. അത് കൊള്ളാം. അമ്മേ, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. മോളിരിക്കെ, വിശ്വ ഇപ്പൊ വരും. അനുവിന്റെ കയ്യിൽ ഇതുപോലെ ഒത്തിരി പാവയുണ്ടല്ലോ. ആഹാ, എവിടെ? അനുവിന്റെ മുറിയിലാ. ആന്റി വാ, കാണിച്ചുതരാം. വാ. ഇതാണ് അനുവിന്റെ മുറി. ആഹാ, സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ. താങ്ക്സ്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ എന്റേതാ. ഇതുണ്ട്, ഇത് ഡാഡി മേടിച്ചെന്നതാ. ഇത് മമ്മി മേടിച്ചെന്നതാ. അതും മമ്മി മേടിച്ചെന്നതാ. അതെയോ? മോളുടെ മമ്മി എവിടെ? ആന്റി കണ്ടില്ലല്ലോ. ആന്റി മമ്മിയെ കണ്ടിട്ടില്ല? അതാ എന്റെ മമ്മി. അനുവിന്റെ മമ്മി നന്നായിട്ട് പാട്ട് പാടും. ആന്റിക്ക് കേൾക്കണോ? മുത്തോലത്തിങ്കൾ തുമ്പീവാ താമരത്തേനും കൊണ്ടേവാ ചന്ദനം തൂക്കും മാറ്റോരം ചായുറങ്ങാമാലോലം ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടിൽ വാഴും പൂണാരപ്പൂമൊട്ടെ നീയും കൂടെ പാടാൻ വായോ ഇന്നെൻ നെഞ്ചിൽ ചായാൻ വായോ മുത്തോലത്തിങ്കൾ തുമ്പീവാ. ഡാഡി, അനു മമ്മിയുടെ പാട്ട് കേൾപ്പിച്ചെടുക്കായിരുന്നു. രഞ്ജിനി എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. സാറ് ഫ്രീ ആണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. വൈ നോട്ട്? നമുക്ക് അങ്ങോട്ടിരിക്കാം. മോള് മുത്തശ്ശിയോട് രണ്ട് കാപ്പി എടുക്കാൻ പറയും. വരൂ. കൈമൾ സാർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അത് പ്രസിദ്ധീകരിച്ചേ പറ്റൂ എന്നൊരു ഓർഡർ ആയിട്ടോ കമാൻഡ് ആയിട്ടോ എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അധികാരത്തിൽ ഞാൻ കൈകടത്തുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നേടിയെടുക്കാൻ. അച്ഛന്റെ കാലം മുതൽക്കേ ഉള്ള ആളാ. കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് മാത്രമേ ഏത് കാര്യത്തിലും കൈമൾ സാർ എടുക്കൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാറ്റർ എങ്ങനെ പബ്ലിഷ് ചെയ്ത് കിട്ടും എന്നാവും രഞ്ജനി ചിന്തിക്കുന്നത്. യു ലീവ് ഇറ്റ് ടു മീ. താങ്ക് യു സർ. ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് എനിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ഇറ്റ്സ് ഓക്കെ. ആന്റി, കോഫി. താങ്ക് യു. മോളിഞ്ഞു വാ. ആന്റി പോട്ടെ മോളെ. നാളെയും വരില്ലേ? ആ, പോട്ടെ അമ്മേ. വരട്ടെ സർ. ടാറ്റാ. നല്ല കുട്ടി. ഉണ്ണികൃഷ്ണൻ വാ. എന്റെ കണ്ണീർ പൂക്കളെ ഇവിടെയുടെ 14-ാം അധ്യായം നീ എഴുതി കഴിഞ്ഞോ? ഇല്ല. എന്റെ പൊന്നുണ്ണികൃഷ്ണ, നീ അതൊന്ന് എഴുതി തീർത്താലല്ലേ എന്റെ അടുത്ത ഫ്യൂച്ചറായ പാവം പാവം പാമോയിൽ നിനക്ക് എഴുതി തുടങ്ങാൻ പറ്റൂ. എനിക്കിന്നൊരു മൂഡില്ല. അല്ലെങ്കിൽ ഈ അടുത്തിടെ എനിക്ക് നോവലും ഫ്യൂച്ചേഴ്സും എഴുതി തരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ രഞ്ജിനി മേനോനെ ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ എന്തൊരു ഉത്സാഹം. സത്യം പറ, എന്താ കുട്ടിയുമായിട്ട്? മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അടുപ്പം രഞ്ജനിക്ക് എന്നോടില്ലെങ്കിൽ നാളെ ഓഫീസിലുള്ളവർ എന്നെ കളിയാക്കും. വേണ്ട, ശരിയാവില്ല. ഉണ്ണികൃഷ്ണ, എന്താ ഒന്നും മിണ്ടാത്ത? സഹപ്രവർത്തകർ എന്നതിൽ കവിഞ്ഞ് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ആ സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ. പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്. അയ്യോ, ചായപ്പൊടിക്ക് ഒരു ഉമിക്കരിയാണ് എടുത്തിട്ടത്. ഒന്ന് വേഗം ആകട്ടോ. ഇന്ന് കഴിച്ചേക്കുന്ന ചെമ്മീനാ മേടിക്കണം ചെയ്യുന്നേ. ഹലോ സാർ, ഇല്ല ഞാൻ കണ്ടില്ല സാർ. ഇല്ല സാർ. ശരി സാർ,
ഞാൻ അന്വേഷിക്കാം സാർ. ശരി സാർ. എടോ ഇന്നത്തെ പത്രം ഇവിടെ. ഹലോ സർ, ഒരു കോൾ ഉണ്ട്. മിസ്റ്റർ കുര്യച്ചൻ. കുര്യച്ചനോ? യെസ് സർ. കണക്ട് ചെയ്യൂ. ഒന്നുമില്ല കൈമൾ സാറേ, പത്രത്തിൽ അടിച്ചു വരുന്നതൊക്കെ താനും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നൊന്ന് അറിയണമായിരുന്നു. പിന്നെ കുര്യച്ച, സത്യത്തിൽ ഞാൻ ആ മാറ്റർ വളരെയധികം ഒബ്ജക്ട് ചെയ്ത. ഞാൻ കാഷ്വലി എടുത്ത ദിവസം നോക്കി ആ പെണ്ണ് മാനേജിംഗ് ഡയറക്ടർ അടുത്തുനിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചു കളഞ്ഞു. രാവിലെ പത്രം നോക്കിയപ്പോഴാ ഞാനും വിവരം അറിയുന്നു. അപ്പൊ താൻ ലീവാണെങ്കിൽ അവിടെ എന്ത് തോന്നിയാസവും നടക്കുമെന്നാണോ? ആ മാറ്റർ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധപ്പെടുത്താന്ന് പറഞ്ഞ് ഒരു തിരുത്തൽ കൊടുത്താലോ? വേണ്ട, താൻ ഇനി തിരുത്തി കുളവാക്കണ്ട. മിനിറ്റ്സ് എന്നെ വിളിച്ച് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ശർമാജി സ്ഥലത്തില്ലാത്തത് തന്റെ നല്ല കാലം. ഇനി ഇതുപോലെ എന്തെങ്കിലും വന്നാൽ ശർമാജിയെ തനിക്ക് നന്നായിട്ട് അറിയാലോ. വേണ്ട എടോ, ഓരോ ആവശ്യം പറഞ്ഞ് രൂപ എണ്ണി വാങ്ങിച്ചതിന്റെ നന്ദിയെങ്കിലും തനിക്ക് കാണിക്കാമായിരുന്നു. എന്റെ സ്ഥിതി എന്താ കുര്യച്ച മനസ്സിലാക്കാത്തത്? അതല്ല കുര്യച്ച, ഞാനൊന്ന് പറയട്ടെ. ഹലോ ഹലോ, വച്ചു കളഞ്ഞു. നമസ്കാരം. ആ രഞ്ജിനി മേനോട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നവനെ വെടിവെച്ച് കൊല്ലണം. ഗുഡ് മോർണിംഗ് സർ. സോറി, വെരി ബാഡ് മോർണിംഗ് ആണ്. ഈ ഓവർ സ്മാർട്ടാകാൻ ശ്രമിക്കരുത്. സർ, ഞാൻ റിജക്ട് ചെയ്ത മാറ്റർ ഇതേ പത്രത്തിൽ തന്നെ അടിച്ചു വരണമെന്ന് നിങ്ങൾക്ക് എന്താ അത്ര വാശി? അയ്യോ സർ, സത്യമായിട്ട് ഞാൻ... എന്തിനാ ഈ കള്ളക്കളി? ഞാൻ വെറും വിഡ്ഢിയാണെന്ന് ധരിക്കരുത്. സബ് എഡിറ്റേഴ്സുമായി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അത് ഇവിടെ നടക്കില്ല. സർ, ഞാൻ... നോ മോർ എക്സ്പ്ലനേഷൻസ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. യു ക്യാൻ ഗോ. ഇതിനൊക്കെ ഇങ്ങനെ മൂഡൌട്ടാകാൻ തുടങ്ങിയ പിന്നെ അതിനെ സമയം കാണും. ഇനി കൂടിപ്പോയാൽ 1 കൊല്ലം. അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിനെയും ബാധിക്കുന്ന രോഗം കൈമൾ സാറിനെയും പിടികൂടും. മനസ്സിലായില്ലേ? റിട്ടയർമെന്റ്. ഇത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. പുതിയതായി ജോയിൻ ചെയ്യുന്നവരുടെ ഉത്സാഹമൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞ് അവരെ പുള്ളിയുടെ കയ്യിലെ പാവകളാക്കാൻ ശ്രമിക്കും. ഇതിലൊന്നും നമ്മൾ കുലുങ്ങാനേ പാടില്ല. അനിയോ, ഉണ്ണികൃഷ്ണ ഒന്നിങ്ങി വന്നേ. നീ എന്നു മുതലാ പെന്തക്കോസ്തായത്? ആശ്വാസവചനങ്ങൾ, ഉപദേശങ്ങൾ എന്നെ എത്രയോ പ്രാവശ്യം കൈമൾ സാറിട്ട് ചാടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ നല്ലവനായ സമരക്കാരനെ ഞാൻ കണ്ടില്ലല്ലോ. അത് രഞ്ജിനി ഒരു പുതിയ ഹാൻഡ് ആയതുകൊണ്ട്. ഹാൻഡോ ഹെഡോ അതൊന്നും എനിക്കറിയണ്ട. ഈ സൈലന്റ് ക്യാറ്റ് മിൽക്ക് ഡ്രിങ്ക് ചെയ്യുന്നത് മറ്റാരും മനസ്സിലാക്കുന്നില്ല എന്ന് ധരിക്കരുത്. നമ്മളും ഈ ലാൻഡിലൊക്കെ തന്നെ കഴിയുന്നത്. കിഴക്കിടം വിചാരിക്കുന്ന പോലെ. വേണ്ട വേണ്ട വേണ്ട. രാത്രി 2 എണ്ണം വിട്ടിട്ട് ഫ്രീ മൈൻഡ് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറയുന്നു രഞ്ജിനിയെ കൈമൾ സാറ് ശാസിച്ചതല്ലേ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ് ഉണ്ണികൃഷ്ണൻ. ആശ്വസിപ്പിച്ചേക്കൂ. അയ്യോ സാർ ഇത്രയും നെർവസ് ആണെന്ന്... മോളെ ഉറങ്ങും മോളെ. എന്നെ ഡാഡി ഉറക്കണം. ഡാഡിക്ക് ഒരുപാട് ജോലി ഉള്ളോണ്ടല്ലേ. അനുവിന് ഉറങ്ങണമെന്ന് ഡാഡിക്ക് അറിയില്ലേ? എന്നെ ഡാഡി ഉറക്കാൻ മതി. മോളെ എന്തിനാ മോളെ നിർത്തിയത്? അനുവിന് ഉറങ്ങണം. മോള് പോയി കിടന്നു. ഡാഡി തീർത്തിട്ട് ഇപ്പൊ വരാം. വേണ്ട, ഡാഡി വരണം. ഡാഡി വന്നാലേ അനു ഉറങ്ങൂ. നല്ല കുട്ടികൾ വാശി പിടിക്കാൻ പാടില്ല. വാ. അഞ്ചേകാലിന്റെ ബസ് മിസ് ചെയ്തു. ഞാൻ എത്തിയതും കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തതും ഒരുമിച്ചായിരുന്നു. ഒരു പ്രധാന കാര്യം എനിക്ക് രഞ്ജിനിയോട് പറയാനുണ്ടായിരുന്നു. ബസ് വരാൻ ഇനിയും 15 മിനിറ്റ് സമയമുണ്ട്.
നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? അത് അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പോഴേക്കും ബസ് എത്തുകയും ചെയ്യും. എന്താ? വരൂ. 1ാം ക്ലാസ് മുതൽ MA വരെ ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലും കോളേജിലും ഒക്കെയാണ് പഠിച്ചത്. പെൺകുട്ടികളും കൂടെയുള്ള കോളേജുകളിൽ പഠിച്ചിരുന്നെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായേനെ. ആദ്യമായി 2 വാക്ക് പേഴ്സണലായി സംസാരിക്കാൻ അവസരം കിട്ടുന്നത് രഞ്ജിനിയോടാണ്. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. ഇപ്പോ രഞ്ജിനിയോട് തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ ഭയമാണ്. ഞാൻ രഞ്ജിനിയെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണോ രഞ്ജിനി എന്നെ കാണുന്നതെന്ന സംശയം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള യന്ത്രം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ത് സൗകര്യമായി. എന്നോട് സാറിന് എന്ത് കാര്യങ്ങളും സംസാരിക്കാം, പേടിക്കണ്ട, ഞാൻ സാറിന് തെറ്റിദ്ധരിക്കില്ല. സാർ, സ്വപ്നം കാണാണോ? പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആലോചന. അതല്ല, പ്രസ് ക്ലബിന്റെ ഫീച്ചർ മത്സരത്തിന് ഇത്തവണ രഞ്ജിനിയുടെ എൻട്രി ഇവിടെ ഉണ്ടാവണം. യു ഹാവ് ഗോട്ട് എ ഗുഡ് ചാൻസ്. നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയാലോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഹായ് അനുക്കുട്ടി. മോള് കയറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ടമ്മേ, ഞാൻ ബസ്സില് വരൂ ആന്റി. വരും. ഓക്കെ, വരാം.